വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് റൊണാൾഡോനെ പറ്റിയാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫോ അല്ലെങ്കിൽ ലൈഫോ ഒന്നല്ല. റൊണാൾഡോ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ കുറേ മൈൽ സ്റ്റോൺസ് കടന്നു കഴിഞ്ഞു. അതായത് ഏകദേശം 90 മിനിറ്റ് കൊണ്ട് ഗോൾഡൻ പ്ലേ ബട്ടൺ. ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് 15, 16, 18, 20 ബില്യൺ, 21 ബില്യൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് സത്യം പറഞ്ഞാൽ ദൈവത്തിനറിയാം. ഇനി യൂട്യൂബ് ഓരോരോ പ്ലേ ബട്ടൺസ് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മിസ്റ്റർ ബീസ്റ്റിന് എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് തന്നെ കടത്തി വെട്ടുന്നതായിരിക്കും. സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ ഒരു 100 സബ്സ്ക്രൈബർ തന്നെ ആവാൻ തന്നെ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. ഈവൻ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ തന്നെ അദ്ദേഹം യൂട്യൂബിലൊന്ന് പോപ്പുലർ ആവാൻ തന്നെ അതിൻ്റേതായ ഒരു ടൈം എടുക്കും. ഒരു വർഷം 1.5 വർഷമൊക്കെ മിനിമം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത്ര പെട്ടെന്നൊക്കെ ഇത് മറ്റേ മാജിക് ഒന്നുമല്ല, ഫുൾ ഫാൻ ബേസാണ്. ഫാൻ ബേസ് പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. ഇതൊരിക്കലും ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു ഫാൻ ബേസ് ഒന്നല്ല, വർഷങ്ങളോളം എടുത്തിട്ടുള്ള കഠിനമായ ശ്രമങ്ങളിലൊടുവിലുണ്ടായ സാധനമാണ്. ഹാർഡ് വർക്ക് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയൊക്കെ നമുക്ക് യൂട്യൂബിലും ഈ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. പല ആൾക്കാരും എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് വീഡിയോസൊക്കെ പല രീതിയിലും കാണാൻ പറ്റുന്നതാണ്. അതിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇൻസ്പയർ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ലോകത്തെമ്പാടും ഇത്രത്തോളം ഫാൻ ബേസുള്ള വേറൊരു മനുഷ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറയാൻ പറ്റില്ല. നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല വേറൊരാളുണ്ട് എന്നുള്ളത്. കൊക്കക്കോളേൻ്റെ സ്നാപ്ചാറ്റിൻ്റെ ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ റിയാക്ഷൻ കൊണ്ട് മാത്രം അതിന് എത്ര നഷ്ടം സംഭവിച്ചെന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിലും കണ്ടറിയാം.